ഫ്രണ്ട്സ്, ഞാൻ പ്രമ, ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്, ആക്സിസ് ഓവർസീസ് കാരിയേഴ്സ്. നിങ്ങളുടെ സ്വപ്നസുന്ദരമായ ഭാവിക്കായി കാനഡയിലേക്ക് പറക്കാം. സുന്ദരമായ ഭൂപ്രകൃതി, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, ഒട്ടനവധി തൊഴിലവസരങ്ങൾ എന്നിവ കൊണ്ട് തന്നെ വിദേശത്തേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പരദീസയാവുകയാണ് ശാന്തസുന്ദര വിശാല രാജ്യമെന്ന് പേര് കേട്ട കാനഡ. അത്തരക്കാർക്ക് സ്വർഗതുല്യമായ അവസരങ്ങളാണ് ഈ നാട് ഒരുക്കുന്നത്. രാജ്യത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ അത്ഭുതങ്ങൾ, സമാധാനപരമായ അന്തരീക്ഷം, കോസ്മോപൊളിറ്റൻ നഗരങ്ങൾ, മൾട്ടികൾച്ചറൽ കമ്മ്യൂണിറ്റികൾ, ജോലിയും പഠനഘടനയും മികച്ച പരിശീലന സമ്പ്രദായവും ചെലവ് കുറഞ്ഞ ട്യൂഷനും ജീവിത ചെലവും കൊണ്ട് തന്നെ കാനഡ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. രാഷ്ട്രീയ അശാന്തി കാനഡയിൽ പരിമിതമാണ്. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറവാണ്. കാനഡ മതേതരമാണ്. പീഡനമോ വിവേചനമോ ഇല്ലാതെ ഓരോരുത്തരുടെയും വിശ്വാസം നടപ്പാക്കാനുള്ള അവകാശം നിയമം മൂലം ഉറപ്പാക്കുന്നു. ഇതിനാൽ ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് കാനഡ വളരെ സുരക്ഷിതമായ രാജ്യമാണ്. സാംസ്കാരിക വൈവിധ്യം രാജ്യത്തിന്റെ ദേശീയ സ്വത്വത്തിന്റെ ഭാഗമാണ്. 190-ൽ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ജനങ്ങളുമായി സംവാദിക്കാനും ലോകമെമ്പാടുമുള്ള ആളുകളുമായി സൗഹൃദം വികസിപ്പിക്കാനും ഇവിടെ വഴിയൊരുങ്ങുന്നു. അമേരിക്കയുടെ 3 ഇരട്ടി വലുപ്പവും ജീവിതശൈലിയിൽ അമേരിക്കയോട് വളരെയധികം സാമ്യമുള്ള കാനഡ ജനസംഖ്യയിൽ വളരെ പിന്നിലായത് കൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാർ കുടിയേറ്റത്തെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. ആയതിനാൽ പുറമേ നിന്നെത്തുന്നവർക്ക് കാനഡ അവസരങ്ങളുടെ അക്ഷയഖനിയാണ്. കാനഡയിൽ വളരെയധികം വ്യവസായങ്ങളുണ്ട്. കൂടാതെ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ കാനഡയിൽ ശാഖകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ പരിശീലനം ലഭിച്ചവരുടെ എണ്ണം അപര്യാപ്തമാണ്. ആയതിനാൽ പല തൊഴിലുടമകൾക്കും അവരുടെ ഒഴിവുകൾ നികത്താൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ നല്ല യോഗ്യതയും പരിശീലനവും ഉണ്ടെങ്കിൽ കാനഡയിൽ ജോലി നേടാൻ വളരെ നല്ല അവസരങ്ങൾ ഉണ്ട്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസ ചെലവും ജീവിത ചെലവും ഇവിടെ കുറവാണ്. കാനഡയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നയങ്ങളും നിലപാടുകളും അവിടേക്ക് കുടിയേറുന്നവർക്ക് തീർത്തും അനുകൂലമാണ്. മാത്രമല്ല, അമേരിക്ക കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയ പശ്ചാത്തലത്തിൽ വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെയും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും പ്രിയപ്പെട്ട രാജ്യമായി കാനഡ മാറിക്കഴിഞ്ഞു. കാനഡയിലെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിയാണ് രണ്ടാമതും അധികാരത്തിൽ വന്നത്. ട്രൂഡോ സർക്കാരിന്റെ ആദ്യ ഊഴത്തിൽ കുടിയേറ്റക്കാർക്കും വിദേശ വിദ്യാർത്ഥികൾക്കും ഗുണകരമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഈ ഭരണകാലത്തും കുടിയേറ്റക്കാർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും ലിബറൽ പാർട്ടി ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. കാനഡയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും കുടിയേറ്റം ആവശ്യമാണ് എന്ന നിലപാടാണ് ലിബറൽ പാർട്ടിക്കും എതിരാളികളായ കൺസർവേറ്റീവ് പാർട്ടിക്കും ഉള്ളത്. തിരഞ്ഞെടുപ്പിന് മുൻപ് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന പല വാഗ്ദാനങ്ങളും ലിബറൽ പാർട്ടി നൽകിയിരുന്നു. കാനഡയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ഘട്ടം ഘട്ടമായി ഉയർത്തുന്നതാണ് ഇതിലൊന്ന്. കാനഡയിലേക്കുള്ള കുടിയേറുന്നവർക്കുള്ള പൗരത്വ ഫീസ് എടുത്തു കളയുന്നതാണ് മറ്റൊന്ന്. നിലവിൽ $630 പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഫീസ്. 2022 ഏകദേശം 1 ദശലക്ഷം കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുവാനാണ് കാനഡ പദ്ധതിയിടുന്നത്. 2020 മാത്രം ഏകദേശം 3.4 ലക്ഷം കുടിയേറ്റക്കാരെയാണ് കാനഡ ഈ രാജ്യത്ത് സ്ഥിര താമസിക്കുവാനായി അനുവദിക്കുക. 2021 3.5 ലക്ഷം കുടിയേറ്റക്കാരെയും 2022 3.6 ലക്ഷം കുടിയേറ്റക്കാരെയും കാനഡ സ്വാഗതം ചെയ്യുന്നു. വിദഗ്ധ തൊഴിലാളികൾക്ക് കാനഡയിലേക്ക് കുടിയേറാൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും ജനപ്രിയമായവ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, പിന്നെ ക്യൂബക് മൈഗ്രേഷൻ എന്നിവയാണ്. ആദ്യമായി എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാം. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് എക്സ്പ്രസ് എൻട്രി എന്ന പുതിയ സൗകര്യം ആരംഭിച്ചു കഴിഞ്ഞു. കാനഡയിലേക്ക് ഏതാനും മാസങ്ങൾ കൊണ്ടുള്ള ഇമിഗ്രേഷൻ സെലക്ഷൻ സംവിധാനം വഴി ഇമിഗ്രേഷൻ സാധ്യമാകുന്ന പദ്ധതിയാണ് എക്സ്പ്രസ് എൻട്രി. 2015 തുടങ്ങിയ ഈ പ്രോഗ്രാം ആഗോളതലത്തിൽ ഏറ്റവും ജനകീയമായ ഇമിഗ്രേഷൻ സംവിധാനങ്ങളിൽ ഒന്നാണ്. കാനഡയുടെ ഫെഡറൽ ഇക്കണോമിക് ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് വഴി ലഭിക്കുന്ന ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ IRCC ആപ്ലിക്കേഷനുകളാണ് എക്സ്പ്രസ് എൻട്രിക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, ഫ്രഞ്ച് പരിജ്ഞാനം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലന വിവരം തുടങ്ങിയവ കാണിച്ചാണ് അപേക്ഷിക്കേണ്ടത്. പരിഗണിക്കപ്പെട്ടാൽ വിശദമായ അപേക്ഷ നൽകാൻ ക്ഷണിക്കും. ഇങ്ങനെ വിശദമായ അപേക്ഷ ലഭിച്ചവരുടെ ഒരു പട്ടിക തയ്യാറാക്കും. അതിൽ നിന്ന് മുൻഗണനാ ക്രമത്തിൽ യോഗ്യരായവരെ കുടിയേറ്റത്തിന് തിരഞ്ഞെടുക്കും. എക്സ്പ്രസ് എൻട്രി പ്രകാരം കാനഡയിൽ സ്ഥിര താമസമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും ഏതാനും മാസങ്ങൾക്കുള്ളിൽ സ്ഥിര താമസക്കാരായി തീരും. രണ്ടാമതായി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാം. കാനഡയിൽ കുടിയേറ്റത്തിന് ഏറ്റവും സാധ്യമായ ഒന്നാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിലൂടെ കുടിയേറ്റത്തിന് ഉയർന്ന മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ തന്നെ പലർക്കും ഈ മാർഗത്തിലൂടെ കാനഡയിൽ സ്ഥിരതാമസം നേടാൻ സാധിക്കാറില്ല. ഇത്തരക്കാർക്ക് അവരുടെ കാനഡ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഏറ്റവും നല്ല മാർഗം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ ആണ്. കാനഡയിലെ ഓരോ പ്രൊവിൻസിനും പ്രത്യേകം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഉണ്ട്. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊവിൻസിന്റെ നോമിനി പ്രോഗ്രാം വഴി കുടിയേറ്റത്തിന് അപേക്ഷിക്കാം. എക്സ്പ്രസ് എൻട്രി ഡ്രോകളിൽ പരിഗണിക്കപ്പെടാൻ ആവശ്യമായ അത്രയും കോംപ്രഹെൻസീവ് റാങ്കിംഗ് സ്കോർ, അതായത് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ യോഗ്യതകൾ നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അളക്കുന്നതിനുള്ള സംവിധാനം ആവശ്യമില്ല എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ ഗുണം. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി ഓരോ പ്രൊവിൻസിനും അവരുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായ തരത്തിലുള്ള തൊഴിൽ വൈദഗ്ധ്യം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുള്ള വിദേശികളെ കാനഡയിൽ സ്ഥിര താമസത്തിന് ശുപാർശ ചെയ്യുന്നു. ഓരോ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ്. അതുപോലെ വിദഗ്ധ തൊഴിലാളികൾ, കുടുംബാംഗങ്ങൾ, കാനഡയിൽ പഠിച്ച വിദേശ വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ ഇവർക്കെല്ലാം വെവ്വേറെ സ്ട്രീമുകളും കാറ്റഗറികളും ഉണ്ട്. ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, മാനിറ്റോബ, ന്യൂ ബ്രൻസ്വിക്, ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ്, നോവ സ്കോഷ്യ, ഒണ്ടാരിയോ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, സിസ്കാഷ്വാൻ, യൂക്കോൺ തുടങ്ങിയ കനേഡിയൻ പ്രൊവിൻസുകൾക്കും ടെറിട്ടറികൾക്കും നോമിനി പ്രോഗ്രാമുകൾ ഉണ്ട്. മൂന്നാമതായി, ക്യൂബക് മൈഗ്രേഷൻ. ക്യൂബക് കാനഡയിലെ 13 പ്രൊവിൻസുകളിൽ ഒന്നാണ്. എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത കാനഡയിലെ ഒരു പ്രൊവിൻസാണ് ക്യൂബക്. ക്യൂബക് ഗവൺമെന്റിന് സ്വന്തമായി ഇമിഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട്. സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നു. അവിടെ എല്ലാവർക്കും ഇമിഗ്രേഷന് എങ്ങനെ അപേക്ഷിക്കാമെന്നും ഏതെല്ലാം ആവശ്യകതകൾ നിറവേറ്റണമെന്നും പഠിക്കാൻ കഴിയും. പലരും ജോലിക്കായി ക്യൂബക്കിലേക്ക് കുടിയേറുന്നതിന് പിന്നിൽ മികച്ച തൊഴിൽ അവസരങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിത ഗുണനിലവാരവും തന്നെ. ക്യൂബക്കിൽ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതോടൊപ്പം പരിധികൾക്കപ്പുറം തങ്ങളുടെ മേഖലയിൽ വളരുന്നതിനും ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. കാരണം ഒരു സമ്പൂർണ്ണ ജീവിതം നയിക്കാൻ ക്യൂബക് ഓരോരുത്തരെയും അനുവദിക്കുന്നു എന്നത് തന്നെ. അത്രയും ലളിതവും ആകർഷകവുമാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഹ്രസ്വകാല ഗവേഷണം അല്ലെങ്കിൽ പ്രൊഫഷണൽ വികസനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ക്യൂബക് മെറിറ്റ്സ് സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഇനി ക്യൂബക് മൈഗ്രേഷനിലെ സ്കിൽഡ് വർക്ക് വിസ പ്രോഗ്രാം എന്താണെന്ന് അറിയാം. ക്യൂബക് സ്കിൽഡ് വർക്ക് വിസയിലൂടെ 75-അധികം തസ്തികകളിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ് അപേക്ഷകരെ കാത്തിരിക്കുന്നത്. ഇതിനു പുറമെ ഏരിയ ഓഫ് ട്രെയിനിങ്ങും ലഭ്യമാകും. ഇതിലൂടെ അപേക്ഷകർക്ക് ജോലി ഓഫർ ഇല്ലാതെ തന്നെ ക്യൂബക് സ്കിൽഡ് വർക്ക് വിസ പ്രോഗ്രാമിന് അർഹത നേടാനാവും. ഏരിയ ഓഫ് ട്രെയിനിങ് ലിസ്റ്റിൽ വ്യത്യസ്തമായ സ്റ്റഡി കോഴ്സുകളും ലഭ്യമാണ്. ഇതിലൂടെ അപേക്ഷകർക്കോ പങ്കാളികൾക്കോ പോയിന്റുകൾ കരസ്ഥമാക്കാനാവും. ക്യൂബക്കിൽ സ്ഥിരമായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർ 2 തരത്തിലുള്ള ഇമിഗ്രേഷൻ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒന്ന്, അവരെ MIDI തിരഞ്ഞെടുക്കേണ്ടതാണ്. ക്യൂബക്കിലെ ഇമിഗ്രേഷൻ അതോറിറ്റിയാണിത്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ക്യൂബക് സർട്ടിഫിക്കറ്റ് ഓഫ് സെലക്ഷൻ CSQ ലഭിക്കാനിടയാവും. 2, ഇത്തരത്തിൽ അംഗീകാരമുള്ള CSQ നേടിയവർ ഉടനെ തന്നെ കനേഡിയൻ ഫെഡറൽ ഇമിഗ്രേഷൻ അതോറിറ്റികൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാനഡയിൽ ക്യൂബക് ഗവൺമെന്റ് ഇമിഗ്രേഷൻ വ്യവസ്ഥകൾ ലളിതമാക്കിയിട്ടുണ്ട്. ഒന്നാമതായി, ഒറ്റയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് 49 പോയിന്റും വിവാഹിതർക്ക് 57 പോയിന്റുമായി കുറച്ചു. പോയിന്റ് കണക്കാക്കുന്നത് പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, ജോലി പരിചയം, ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവയെ ആധാരമാക്കിയാണ്. ക്യൂബക്കിൽ അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ് ലഭിക്കും.
മറ്റൊരു രീതിയിൽ പോയിന്റ് ലഭിക്കുന്നവർക്ക് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം നിർബന്ധമല്ല. കൂടാതെ കാനഡയിൽ ജോബ് ഓഫർ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു അപേക്ഷകന് ഇന്റർവ്യൂ വേണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ക്യൂബക് ഗവൺമെന്റിനായിരിക്കും. ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് പോയിന്റ് ഇല്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമാണ് അപ്പോൾ നടക്കുന്നത്. കാനഡയിൽ നിങ്ങൾക്കും കുടുംബത്തിനും മികച്ച ജീവിതവും തൊഴിൽ സാമ്പത്തിക ഭദ്രതയും സമാധാനപരമായ അന്തരീക്ഷവും നല്ലൊരു ഭാവിയും സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാനഡയിലേക്ക് പറക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ലോഗ് ഓൺ ടു അവർ വെബ്സൈറ്റ് www.accessoverscareers.com. So, this is me, Prima, signing off. Thank you for watching the video.